കണ്ടത് ഇപ്പോഴും പൊய் തന്നെയാണ്. ഇനിയാണ് കാണപ്പോകുന്നത് നിജം. മലയക്കോട്ട വാലിബൻ സെക്കൻഡ് പാർട്ട് റീലോഡഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന കപ്പ് ഓഫ് ടീ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ ഒരു ഇത്രയും പൈസ മുടക്കി നമ്മുടെ ഈ പറയുന്ന പോലെ ഷിബു ബേബി ജോൺ സാറിനൊക്കെ ഒരു ഭയങ്കര ഒരു ഷൗട്ട് ഔട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പടത്തിൻ്റെ നട്ടലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ആ ഒരു സിനോട്ടോഗ്രാഫി നമ്മുടെ പിന്നെ മധു നീലകണ്ഠൻ സാറാണ്. പുള്ളിയുടെ എക്സ്ട്രാ ഓർഡിനറി, എനിക്ക് തോന്നുന്ന പുള്ളിയുടെ ലൈഫ് ടൈമിൽ തന്നെ ഏറ്റവും നല്ലൊരു പടം തന്നെയായിരിക്കും. LGP മാജിക്കാണ്. സെക്കൻഡാണ് ലോഡിങ്. അത് വേറൊന്നുമല്ല, ലാസ്റ്റ് ക്ലൈമാക്സിലൊരു ഗൂപ്സ് ബംപ്സ് ഉണ്ട്. ഈ പറയുന്നത് പോലെ ഫുൾ ടൈം മാസ് പ്രതീക്ഷയല്ല, മാസ് പ്ലസ് ക്ലാസ്, പിന്നെ LGP അത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക്കും എല്ലാം ഇതായിട്ടുണ്ട്. ലാലേട്ടൻ ഈ പ്രായത്തിലൊന്നുമല്ല. ലാലേട്ടൻ മമ്മൂട്ടിയെക്കാളും 80 വയസ്സായാലും 70-90 ജീവനോടെ ഇരിക്കുന്നത് വരെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അതേപോലെ തന്നെ. അവർക്കൊന്നും ഒരു മാറ്റമില്ല. നല്ല ആൾക്കാരുടെ കൈ കിട്ടിയ വേറൊന്നുമല്ല. ഒരിക്കലും ഈ പടത്തിലെ ആ ഒരു വിഷ്വൽസ് അത് നിങ്ങൾ ഒരിക്കലും OTTയിലോ വേറെ ഇനി ഏത് ഇതിൽ തിയേറ്ററിലല്ലാതെ വേറെ എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും കിട്ടത്തില്ല. ശരിക്കും അത്രത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും വന്ന് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. സെക്കൻഡ് പാർട്ട് ഇതിലും പൊളിക്കും എന്നാണ് ഒരു വിശ്വാസം. സെക്കൻഡ് പാർട്ടായിരിക്കും തീ പടർത്താൻ പോണത്. അത് ഭയങ്കര വലിയൊരു ഇതാണ്. അത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ലാസ്റ്റ് ഒരു മല്ലൻ വരുന്നുണ്ട്. അവനാണ് ഇനി സെക്കൻഡ് പാർട്ട് ഭരിക്കാൻ പോണത്. ആ മല്ലനെ കാണുന്നവർ കണ്ടു കഴിയുമ്പോൾ ഞെട്ടും. അത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടോ? പിന്നെ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഇറക്കാൻ പറ്റുന്ന പടമോ? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പാൻ ഇന്ത്യൻ ലെവൽ മൂവി. മോഹൻലാൽ, റോക്ക്, LJP, മധു നീലകണ്ഠൻ, പ്രശാന്ത് പിള്ള മാജിക്. അടിപൊളി. മലയക്കോട്ട വാലിബൻ ഒരുപാട് മാസ് എലമെൻറ്റ്സ് ഒക്കെ പ്രതീക്ഷിച്ച് പോയാൽ നമുക്ക് നിരാശയാവും. പക്ഷെ എങ്കിലും ഒരു ടിപ്പിക്കൽ LJP ക്ലാസിക് പടം. അത് കൂടാതെ തന്നെ ടിപ്പിക്കൽ LJP പടത്തിനെക്കാട്ടി ഒരു പടി മുമ്പ് ഇരിക്കുന്നുണ്ട്. കാരണം ലാലേട്ടൻ ഉണ്ടായതുകൊണ്ട് ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും മലയക്കോട്ട വാലിബൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും കൂടെ പക്ക. എല്ലാവരും ആദ്യമേ ഒരു മാസ് ചിത്രമാണ് പ്രതീക്ഷിച്ചെങ്കിൽ അവസാനം എല്ലാവരും പ്രൊമോഷൻ രീതിയിലായിട്ട് ക്ലാസ് ചിത്രമാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഒരു ക്ലാസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് നിരാശയാവില്ല ചിത്രം. ഇല്ല. LJPയുടെ പടം സ്ഥിരം കണ്ടുവരുന്നവർക്ക് ആ ഒരു ഇത് എക്സ്പെക്ട് ചെയ്ത് വന്ന ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈറ്റ് സീക്വൻസ് തന്നെയാണ്. ഇന്റർവൽ പഞ്ച് കിടിലമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാണിക്കൊരു കിട്ടില്ല. അത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു ലാലേട്ടൻ ഈ പ്രായത്തിലും ഈ ഒരു പെർഫോമൻസ് ആക്ഷൻ സീക്വൻസ് ഒക്കെ കറക്റ്റായിട്ട് കിടിലോട്ട് വന്നിട്ടുണ്ടോ? പൊളിയാണ്. സമ്മതിച്ചു. ലാലേട്ടൻ അന്യായം. വിഷ്വൽ എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വലി ഫ്രെയിംസ് ഒക്കെ പൊളിയായിരുന്നു. വിഷ്വലി ഫ്രെയിംസ് ഒക്കെ അന്യാണ്. പുള്ളിയുടെ ഒരു മാജിക് ഉണ്ട്. അതായത് ഒരു ഫ്രെയിം ഇങ്ങനെ വെച്ചിട്ട് സ്റ്റില്ലാക്കി വെച്ചിട്ട് അതിൽ കൂടെ ഒരു കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത് ഇതിന് ഉടനീളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ BGM പ്ലേസ് ചെയ്തേക്കുന്ന രീതികളൊക്കെ BGM ഒക്കെ നമ്മൾ അനിരുദ്ധ അല്ലെങ്കിൽ സുഷിൻ ശ്യാം ലെവൽ വരില്ലെങ്കിലും അത് പ്ലേസ് ചെയ്തേക്കുന്ന രീതി അന്യായമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് പാർട്ടിന് വേണ്ടി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? സെക്കൻഡ് പാർട്ട് ഇട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ഹിൻ്റ് ഇട്ടിട്ടുണ്ട്. പൊളി തന്നെ ആയിരിക്കും.